ഹായ് ഹലോ എല്ലാവർക്കും ഷാരൂസ് ഫുഡ് ഗാലയിലേക്ക് സ്വാഗതം. ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് 2-in-1 അച്ചാറാണ് കേട്ടോ. ഒരു നാരങ്ങ കൊണ്ട് 2 ടൈപ്പ് അച്ചാർ എങ്ങനെ ഉണ്ടാക്കണം നമുക്ക് നോക്കാം. അതിന് വേണ്ട സാധനങ്ങൾ: നാരങ്ങ, വലിയ നാരങ്ങ ഈ വലിപ്പമുള്ളതാണ് ഞാൻ എടുത്തേക്കുന്നത്. പിന്നെ മുളക്, പച്ചമുളക് 8 എണ്ണം ഉണ്ട്. പിന്നെ ഒരു കഷ്ണം ഇഞ്ചി, പിന്നെ ഉപ്പ്. ഇത്ര സാധനങ്ങളാണ് വേണ്ടത്. ഇപ്പോൾ ഈ ഒരു നാരങ്ങ കൊണ്ട് നമുക്ക് 2 ടൈപ്പ് അച്ചാർ ഉണ്ടാക്കാം. റെഡിയല്ലേ എല്ലാവരും? ഇപ്പം നാരങ്ങ ഞാൻ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞു. പച്ചമുളക് അരിഞ്ഞത്, ഇഞ്ചി അരിഞ്ഞു. ആദ്യം ഒരു പാത്രത്തിൽ വെള്ളം ചൂടാക്കുക. അതിനകത്തേക്ക് നമ്മൾ ഉപ്പിടുക. ഞാൻ ഏകദേശം 5 സ്പൂണോളം ഉപ്പിടുന്നുണ്ട്. ഇപ്പം നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച്, നാരങ്ങയ്ക്ക് പുളി ഉണ്ടാവില്ല, അപ്പം അതിനനുസരിച്ച് വേണം ഉപ്പ് ചേർക്കാൻ. ഇനി അതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി ഇടാം. നന്നായി തിളയ്ക്കുന്നുണ്ട്. നമുക്കിനി ഓഫ് ചെയ്തിട്ട് നമ്മൾ അരിഞ്ഞു വച്ചേക്കുന്ന നാരങ്ങ അതിലേക്കിടാം. ഇത് വലിയ പ്രയാസമൊന്നുമില്ല, എളുപ്പം ഉണ്ടാക്കാം. ഒരു നാരങ്ങ കൊണ്ട് നമുക്ക് 2 ടൈപ്പ് അച്ചാർ ഉണ്ടാക്കാം. എളുപ്പമല്ലേ? ഇഞ്ചി അരിഞ്ഞത് അതിനകത്തേക്ക് ഇടുക. പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ടോ. ഇതിപ്പോൾ വലിയ എരിവില്ലാത്ത മുളകാണ്, അതാണ് ഞാൻ ഇത്ര എടുത്തത്. നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇങ്ങനെ ഓഫ് ചെയ്തതാണ് കേട്ടോ. ഇതിൽ നിന്ന് നമ്മൾ കുറച്ച് മാറ്റി വെച്ചാൽ വെള്ള നാരങ്ങ ആവും. ചിലർക്ക് ഉപ്പിട്ടിട്ടായിരിക്കും ഇഷ്ടമാവുക, ചിലർക്ക് മുളക് പൊടി ഇട്ടതാണ്. എൻ്റെ ഹസ്ബൻഡിനൊക്കെ ഇങ്ങനെ ഇടുന്നതാണ് ഇഷ്ടം. അപ്പം അതിനു വേണ്ടി കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഒരു ബോളോളം ഞാൻ മാറ്റി. ഇനി നമുക്ക് മുളക് ഇട്ടത് എങ്ങനെയാകാം ഉണ്ടാക്കണേന്ന് നോക്കാം. അതിന് വേണ്ടത് മുളക് പൊടി ഒരു 2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ കടല, ഉലുവ, കടുക്, കറിവേപ്പില, ചുവന്ന മുളക്. ഉലുവ കുറച്ച് മതിയാവും, ഒരു നുള്ള് മതിയാവും. കടുകും അതുപോലെ തന്നെ. പിന്നെ എണ്ണ, കായപ്പൊടി, ഇത്ര സാധനങ്ങളാണ് വേണ്ടത്. നല്ലെണ്ണയാണ് ഉപയോഗിക്കേണ്ടത്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നല്ലെണ്ണ നമുക്ക് കുറച്ച് അതിലേക്ക് പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാൻ ആ കുപ്പിയുടെ ഏകദേശം 1/4 ഭാഗത്തോളം അതിനകത്തേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി അത് ചൂടാവുമ്പോൾ ആണ് നമ്മൾ കടുകൊക്കെ ഇടുന്നത്. നമ്മൾ ഉപ്പിലിട്ടതൊക്കെ എടുക്കുമ്പോൾ നമ്മൾ നല്ലെണ്ണ ഉപയോഗിക്കുന്നതാണ് കേട്ടോ എപ്പോഴും നല്ലത്. അത് നിങ്ങൾ ശ്രദ്ധിക്കുക. വെളിച്ചെണ്ണ ഉണ്ടാവില്ല, ആ ടേസ്റ്റ് കിട്ടില്ല. പിന്നെ പൂപ്പലൊന്നും പിടിക്കാതിരിക്കാനും നല്ലത് എള്ളെണ്ണയാണ്. കടുക് ഇടാം. കടുക് പൊട്ടുമ്പോൾ ഒരു നുള്ള് ഉലുവയും നമ്മളിടുകയാണ്. ഇനി നമുക്ക് ആ മുളക്, 2 മുളക്, ചുവന്ന മുളക് കീറിയത് അതിലേക്ക് ഇടാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കുക.
ഇതിലേക്ക് കറിവേപ്പില ഇടുക. അത് നന്നായിട്ട് ഇളക്കുക. നമുക്കിനി ഇതിലേക്ക് കായപ്പൊടിയാണ് ഇടുന്നത്. കായപ്പൊടി ഇതിലേക്ക് ഇടുമ്പോൾ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കും, നല്ല സ്മെല്ലാണ്, നല്ല ടേസ്റ്റുമാണ് ഇതിടുമ്പോൾ. ഒരുപാട് ഇടാൻ പാടില്ല. ഞാനിവിടെ ഏകദേശം 1.5 ടീസ്പൂണോളം കായപ്പൊടിയാണ് ഇട്ടേക്കുന്നത്. മുളക് പൊടിയൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ചാണ്. കാരണം നമ്മൾ ഓൾറെഡി പച്ചമുളക് ഇട്ടിട്ടുണ്ട്. നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചാൽ പച്ചമുളക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് ഓർമ്മിച്ചിട്ട് മാത്രമേ മുളക് പൊടി ചേർക്കാൻ പാടുള്ളൂ. ഞാൻ എടുത്തേക്കുന്ന മുളക് എന്ന് പറഞ്ഞാൽ അധികം എരിവില്ലാത്തതാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ അത്രയും എടുത്തത്. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിൻ്റെ നിറം മാറണ വരെ നമുക്ക് മുളക് പൊടി ഇടാം. ഞാൻ ഏകദേശം 2 ടേബിൾ സ്പൂണും മുളക് പൊടി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് നല്ല എരിവ് വേണമെന്നുണ്ടെങ്കിൽ കൂടുതലിടാം. നന്നായിട്ട് ഇളക്കുക. എപ്പോഴും ലോ ഫ്ലെയിമിലായിരിക്കണം. അത് പ്രത്യേകം ശ്രദ്ധിക്കുക, ഇല്ലെങ്കിൽ ഇതെല്ലാം കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. നമുക്ക് വേവിച്ച് വെച്ചേക്കുന്ന നാരങ്ങ ഇതിലേക്ക് ചേർക്കാം. കണ്ടില്ലേ, 2 ടൈപ്പ് അച്ചാർ നമ്മൾ ഒരു നാരങ്ങയിൽ നിന്ന് ഉണ്ടാക്കിയൊക്കെയാണ്. എളുപ്പമാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇതെല്ലായിടത്തും പറ്റണ പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക നന്നായിട്ട്. ഈ സമയത്ത് ഉപ്പ് കുറവുണ്ടോ എന്ന് നിങ്ങൾ നോക്കിയിട്ട് ഉപ്പ് നിങ്ങൾക്ക് ഈ സമയത്ത് ചേർക്കാവുന്നതാണ്. നിങ്ങളുടെ അഭിപ്രായം താഴത്തെ കമൻറ്റ് ബോക്സിൽ ഇടുമല്ലോ. ഞാനത് വായിച്ച് റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിഭവം തയ്യാറ്. 2 ടൈപ്പ് ഓഫ് അച്ചാർ നമ്മൾ ഒരു നാരങ്ങയിൽ നിന്ന് ഉണ്ടാക്കിയേക്കാണ്. നിങ്ങൾ ട്രൈ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.